السلام عليكم ورحمة الله وبركاته. معكم وليد بن سبيت بلال مبارك الحوصني. എൻ്റെ നാട് ഖാബൂറ, ഒമാനിൽ ഖാബൂറ. ഞാൻ പഠിച്ചത് കേരളത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതും എനിക്കുണ്ടായൊരു ഹൃദയമാറ്റം, എനിക്കുണ്ടായൊരു സംതൃപ്തി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ICF ഒമാൻ എന്നുള്ള സംഘടനയിൽ ഞാൻ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള എൻ്റെ ഹൃദയമാറ്റം, എൻ്റെ മനസ്സിൻ്റെ റാഹത്ത് ഞാനൊന്ന് പങ്കുവെക്കാനാണ്. അല്ലാഹി തൗവൽ ഉംറ ഷെയ്ഖ് അബൂബക്കർ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഉന്നഈമി. അള്ളാഹു ഷെയ്ഖ് അബൂബക്കർ ഇനിയും കുറേ കാലം നമ്മളുടെ കൂടെ നമ്മളുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ഞാൻ അൽഹംദുലില്ലാഹ് ഈ ഒരു മലയാളം പഠിച്ചത് കാരണത്താൽ ആ ഉസ്താദിനെ കണ്ടുമുട്ടാനും ആ ഉസ്താദിൻ്റെ സംഘടനയായ ആ സംഘടനയിൽ പ്രവർത്തിക്കാനും കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹ് ഇവിടെ നാഷണൽ തലത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെഡ് ഓഫീസുകൾ, മാഷാ അല്ലാഹ്, എന്താവശ്യത്തിന് വിളിച്ചാൽ, എപ്പം വേണമെങ്കിലും വിളിച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും, ഒമാൻ്റെ 16 കേന്ദ്രങ്ങളിൽ ആണ് ഈ ഹെഡ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. എന്തിനും തയ്യാറായ 233 വളണ്ടിയേഴ്സ്. എന്താണത്? ഇതിനകം 2000-ഓളം ഭക്ഷ്യ കിറ്റുകൾ വിതരണം നടത്തി. ഒരു കിറ്റിൽ ഏതാണ്ട് ഒരു 42 കിലോത്തോളം ഉണ്ടാവും. അൽഹംദുലില്ലാഹ്. ഏകദേശം ഒരു മാസത്തോളം ഒരു കുടുംബത്തിന് ഫുൾ കഴിയാനുള്ള ഭക്ഷ്യ സാധനങ്ങൾ അതിലുണ്ടാവും. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചില സാധനങ്ങൾ മാത്രം പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ. അതും ചില ചെറിയ സാധനങ്ങൾ മാത്രം. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ രോഗികളെ പരിചരണത്തിനായിട്ടും രോഗികളെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ടും മരുന്നുകൾ കൊണ്ട് എത്തിച്ചു കൊടുത്തിട്ടും എല്ലാ ബുദ്ധിമുട്ടിലും അവർ കൂടെയുണ്ട്. എല്ലാത്തിനും ഈ ഞാനടക്കം എൻ്റെ ICF സംഘടനയിൽ ഖാബൂറയിൽ ഞാനടക്കം എല്ലാ കാര്യത്തിലും ചെയ്തു കൊടുക്കണം എന്ന് അവരെന്നെ നിരന്തരം പറയുകയും ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു ചെയ്തു കൊടുക്കണം എന്ന് ഇവരിങ്ങനെ നല്ലൊരു രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾക്കത് ചെയ്തു കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് വളരെ ഒരു റാഹത്തുള്ളൊരു കാര്യമാണത്. അൽഹംദുലില്ലാഹ്. നോമ്പിന് വേണ്ടി 4000 കിറ്റുകളാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ സംഘടനയിൽ ഏതെങ്കിലും ഒരു വ്യക്തി, ഇനി സംഘടന അല്ലാത്തവരായാലും, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അപ്പോൾ തന്നെ ഫാത്തിഹ ഓതുക, സൂറത്തുകൾ ഓതിങ്ങാണ്ട് അവർക്ക് ദുആ ചെയ്യുക. എവിടെയുണ്ട് ഇങ്ങനത്തെ ഒരു സംഘടന? അൽഹംദുലില്ലാഹ്. എവിടെയുണ്ട് ഇങ്ങനത്തെ ഒരു ടീം? മാഷാ അല്ലാഹ്. ഞാൻ അസൂയപ്പെട്ടു പോയി. ഞാനൊരു ഒമാനിയായിട്ട് നമ്മളോടൊരു ഒമാനിൽ ഇങ്ങനത്തെ ഒരു ടീമില്ലാത്തതിൽ ഞാൻ അസൂയപ്പെട്ടു പോയി. ഞാനൊരു പ്രയാസം പറഞ്ഞപ്പം അപ്പം തന്നെ ഒരു ഉസ്താദ് മാഷാ അല്ലാഹ് എനിക്ക് വേണ്ടി ഫാത്തിഹ ഓതി മറ്റുള്ള ഉസ്താദുകളോട് പറഞ്ഞ് ദുആ ചെയ്യുന്നു. എവിടെയുണ്ട് ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ? അൽഹംദുലില്ലാഹ്. പടച്ചവനെ റബ്ബ് സുബ്ഹാനഹു വ തആല ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ നമ്മളുടെ ഷെയ്ഖ് അബൂബക്കർ. അതുപോലെ തന്നെ നമ്മുടെ സംഘടനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തും റഹ്മത്തും ഏറ്റി കൊടുക്കുമാറാകട്ടെ. ആ സംഘടനയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾക്കൊക്കെ, നമ്മുടെ എല്ലാവരുടെയും സംഘടനാ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകുമാറാകട്ടെ. നാളെ മരിച്ചു കിടന്നാൽ ആ ഖബറിലേക്ക് ഇതെല്ലാം ഉണ്ടാവുകയുള്ളൂ, അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചെയ്ത നല്ല പ്രവർത്തികൾ, നമ്മൾ ഒരാളോട് നല്ല വാക്കുകൾ സംസാരിച്ചത്, നമ്മൾ ഒരാൾക്ക് നല്ല പ്രവൃത്തി ചെയ്തു കൊടുത്തത്, നല്ല ഹെൽപ്പ്, അങ്ങനെയുള്ള എല്ലാം അതേ ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും നല്ലത് മാത്രം ചെയ്ത് ജീവിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.